അങ്ങനെ റിസപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോകണതാണ്. അതിന് മുമ്പ് ഒന്ന് മലമ്പുഴ ഡാമും എല്ലാ സ്ഥലമൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു പോവാം അല്ലേ. പാലക്കാട് വന്ന് മൾബറി കഴിക്കുകയാണ്. നമ്മുടെ അവിടെ കിട്ടില്ല. മൾബറി കാണിച്ചു. മൈക്കിനൊക്കെ മോഡലുണ്ട്. അപ്പൊ പറിക്കണ്ടേ പയ്യെ പയ്യെ കവർ ഉണ്ടടാ. കിട്ടിയാ കിട്ടിയടാ. ഈ കൊലമുക്ക് ഇതില് ഞാവൽപ്പഴം വേണോന്ന് കേൾക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകാനിരിക്കണായിരുന്നു. അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വിഷ്ണുവിൻ്റെ കസിൻസിൻ്റെ ഒക്കെ വീടിൻ്റെ അവിടെയൊക്കെ പോയതാണ്. അപ്പോഴാണ് നമുക്കിങ്ങനെ ഞാവൽപ്പഴവും ചാമ്പയ്ക്ക, അതേപോലെ മാങ്ങ, പച്ചമാങ്ങയുടെ എന്തോ ചമ്മന്തിയോ അച്ചാറോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മൾബറിയൊക്കെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം, ഞാൻ ചെറുതിലെങ്ങാണ്ട് കഴിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ പറിച്ച് കഴിക്കാനുള്ളത് ഉണ്ടായിരുന്നേ. 2 പീസ് തന്നെ അവർക്ക് കൊടുക്കട്ടെ. വാട കിച്ചു തിന്നു മടുത്തിരിക്കണാന്ന് തോന്നുന്നു. വയ്യാന്നൊക്കെ. എപ്പോഴും വരാം. അതെ, നിങ്ങളുടെയൊക്കെ വീട് എറണാകുളത്താ? സൂപ്പർ. എങ്ങനെയുണ്ട് കീർത്തി? സൂപ്പർ. അച്ചു എങ്ങോട്ടാ? കഴിക്കല്ലേ? എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ട്? സൂപ്പർ. കരിവളയൊക്കെ ഇട്ട് കറുത്ത മൾബറി ആട്ടിക്കില്ല. കൊള്ളാവോ? സൂപ്പർ. നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പച്ചമാങ്ങ, മൾബറി, ചാമ്പയ്ക്ക, ഞാവൽപ്പഴം, പിന്നെന്തായിരുന്നു, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ മലമ്പുഴ ഡാമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അവിടെ നല്ല വൈബാണല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകണേണേ. രമണീയമായ സ്ഥലം. എടി നിക്കാൻ വരൂലേ? മലമ്പുഴ ഡാം. ടെൻഷൻ അടിച്ച് ചങ്ക് പറിച്ച് ചേർന്നൊരു കല്യാണം. ഗ്ലാസ് വെക്കടി. സൂപ്പർ ഗായ്സ്. എന്നെ സൂര്യേച്ചിയും സോനയും കൂടെ കെട്ടിച്ചു വിട്ട നാടാണ് ഗായ്സ്. അതെ ഗായ്സ്, എവിടെയാണെന്നറിയോ? ഇതാണ് ഞങ്ങളുടെ മാപ്പ്. Hi guys. Hi. Finally in my husband's hometown. Yeah. ഈ മല കണ്ടപ്പോ ഞാൻ വിചാരിച്ചറിയോ,
നമ്മുടെ അവിടെ ഇങ്ങനത്തെ ഒരു മല ഇല്ലാണ്ട് പോയല്ലോ. അത് നമുക്കൊരു മല പോലും ഇല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി മലമ്പുഴ ഡാമിൻ്റെ അവിടെ വന്നിരിക്കണതാണ്. ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നല്ല കാറ്റും ഉണ്ടായിരുന്നു, വെയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് വെയിലിൻ്റെ ആ ചൂടൊന്നും നമുക്ക് തോന്നിയതേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ എന്തൊരു ബ്യൂട്ടിയാണ് നോക്കുക ഗൈസ്, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല, അത്രയും നല്ല ബ്യൂട്ടി ആയിരുന്നു. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. 3 EMI ഓരോ ലക്ഷം വെച്ച് ₹1 കയ്യില്, എന്നാലും ഒരു ഹാപ്പിനെസ് ഉണ്ടോ? ഇതൊക്കെ നമ്മൾ നാട്ടിൽ പറഞ്ഞത് ടാനായി, എന്നാലും കുഴപ്പമില്ല. ടാനൊക്കെ ഇന്ന് പോകും നാളെ വരും. അല്ല, ഇന്ന് വരും നാളെ പോവും. നമുക്ക് ഇവിടെ ഒരു മോചനം ഇല്ല. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോണേണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഓക്കെ, ബൈ.